ജൂലൈ മാസം 5-ാം തീയതി ആയുള്ളല്ലോ. ഈ മാസം 1-ാം തീയതി ജൂലൈ 1-നാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടോ, എന്താണ് ഇതിന്റെ വസ്തുത, അത് നിയമസഭയോട് വ്യക്തമാക്കണം എന്ന് സബ്മിഷനായിട്ട് ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. അത് മറന്നിട്ട് രോഹിത് വർത്തമാനം പറയരുത്. കാരണം നിയമസഭയിലുള്ളത് രേഖകളായിട്ട് അവിടെ ഉണ്ട്. വി കെ പ്രസാദിനെ സംബന്ധിച്ച് കൂടുതൽ പറയാനും കഴിയും, നിയമസഭ എങ്ങനെയാണ് ബിസിനസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവിടെ പറഞ്ഞപ്പോ എന്താണ് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മറുപടി പറഞ്ഞത്? ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ച പോലുള്ള ഇടപാടുകൾ ഗവൺമെന്റുമായിട്ട് ആലോചിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. നമ്പർ 1. നമ്പർ 2, അതാണ് ഇതൊക്കെ നിങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോ ഈ AVPPL നിന്ന് എന്ന് പറഞ്ഞാൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് AVPPL. പിന്നെ APSEZ, അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഈ രണ്ടിൽ നിന്നും യാതൊരുവിധ ആശയവിനിമയവും കേരള സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ജൂലൈ 1-ന് നിയമസഭയിൽ വ്യക്തമാക്കിയത്. എന്ന് മാത്രമല്ല, ദേശീയ സുരക്ഷ, തുറമുഖത്തിന്റെ പൊതു ഉപയോഗ സ്വഭാവം, ആരോഗ്യകരമായ മത്സരം, തുറമുഖത്തിന്റെ ഭാവി വികസന സാധ്യതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ ഇടപാട് വിശദമായി പരിശോധിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പ്രസ്താവന നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ വ്യാപകമായും പ്രാദേശിക മാധ്യമങ്ങളും നാഷണൽ മീഡിയയും നന്നായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. താങ്കൾ ഇതാണ് ഇവിടെ നിഷേധിക്കുന്നത്. താങ്കളുടെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് താങ്കൾ ഇവിടെ നിഷേധിക്കുന്നത്, രോഹിത്. അതാദ്യം മനസ്സിലാക്കണം. അങ്ങനെ മുഖ്യമന്ത്രിയെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അത് അവർ നോക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസിന്റെ വക്താവ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിനെ ബ്ലൈൻഡ് ആയിട്ട് നെഗേറ്റ് ചെയ്യുകയാണ്. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ പറയുന്നത് പോലെ LDF സർക്കാരിന്റെ തലയിലാണ് ഇതിന് മുഴുവൻ പാപഭാരവും വെക്കേണ്ടതെങ്കിൽ മുഖ്യമന്ത്രിക്ക് അനായാസം ആ മറുപടിയോടെ പറഞ്ഞാൽ മതി. നിയമസഭയിൽ ആ മറുപടി പറഞ്ഞാൽ മതി. ഇത് എന്റെ പട്ടിക്ക് വെക്കാൻ നിങ്ങൾ നോക്കണ്ട പ്രതിപക്ഷ നേതാവേ. ഞങ്ങളിപ്പോ ഇതാ വന്നിട്ട് ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ. താങ്കളിപ്പോ പറഞ്ഞ 47 എന്നാൽ ഇപ്പം 3 ദിവസം മുമ്പാകുമ്പോഴേക്ക് 4 ദിവസം മുമ്പാകുമ്പോഴത്തേക്ക് അത്ര ഇല്ലല്ലോ, 43 ദിവസമാവും. ഞങ്ങൾ 43 ദിവസമായുള്ളൂ വന്നിട്ട്. നിങ്ങളിത് എന്റെ സർക്കാരിന്റെ പട്ടിക്ക് വെക്കാൻ നോക്കേണ്ടത് കൈവച്ചാൽ മതി. അങ്ങനെ പറയാൻ മടിയില്ലാത്ത ആളാണല്ലോ മുഖ്യമന്ത്രി. എന്താണ് അങ്ങനെ അദ്ദേഹം മറുപടി പറയുന്നതിന് പകരം യഥാർത്ഥത്തിലുള്ള വസ്തുത പറയേണ്ടി വന്നത്? എന്താണ് വന്നത്? എന്തുകൊണ്ടാണ്? അതാണ് ആലോചിക്കേണ്ടത്. അവിടെ ആർക്കാണ് ഈ കരാർ പോയത്, ഷെയർ പോയത് ആർക്കാണ്? MSCക്കാണോ? മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കാണോ പോയത്? അല്ല, അവരുടെ കീഴിലുള്ള സബ്സിഡിയറി ഉണ്ട്, മുണ്ടി ലിമിറ്റഡ്, അവർക്കാണല്ലോ പോയത്. അത് സംബന്ധിച്ച് ഇന്നലെ സഖാവ് പിണറായി വിജയൻ സെബിക്ക് കത്തെഴുതിയിട്ടുണ്ടല്ലോ. ആ കത്തിന് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ, പുറത്തു വന്നിട്ടുണ്ടല്ലോ. താങ്കൾക്ക് അത് കിട്ടിയില്ലേ? കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഉണ്ട്, ഞാൻ അയച്ചു തരാം, കുഴപ്പമില്ല. അപ്പൊ അതിലൊക്കെ എന്താ സെബിക്ക് അയച്ചിട്ടുള്ള കത്തിൽ എന്താണ് വ്യക്തമായിട്ട് പറയുന്നത്? കേരളത്തിന്റെ താല്പര്യം മാത്രമല്ല, രാജ്യ താല്പര്യം പോലും ഹനിച്ചുകൊണ്ടാണ് ഈ ഇടപാട് നടക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഇടപെടണം. ഇത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, സെബിക്ക് ഞാൻ ഇന്നലെ കത്തയച്ചു, പക്ഷേ അത് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റും ഇടപെടണം എന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞില്ലേ? ആ തരത്തിൽ ഗുരുതരമായൊരു പ്രശ്നമായി നിങ്ങൾ തുടക്കത്തിലെ ഗവൺമെന്റ് വന്നിട്ട് ഈ പറയുന്ന 1.5 മാസത്തിനകം ഇത്തരത്തിലുള്ള ഗുരുതരമായ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് സിജുവിനോട്, ആങ്കറോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഗവൺമെന്റ് ഇപ്പോഴല്ലേ വന്നുള്ളൂ, ഇതൊക്കെ ഞങ്ങളുടെ തലയിലേക്ക് എന്തിനാ തരുന്നത്? അപ്പൊ സാർ ഒരു സാധാരണ ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ സാധാരണ ചർച്ചകളിൽ മറുചോദ്യം ചോദിക്കാറില്ല, ചർച്ചകളിൽ ഇടപെടാറുള്ളൂ. പക്ഷെ ഇതിൽ ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പ്രശ്നങ്ങളെ വക്രീകരിക്കാൻ പാർട്ടിയുടെ വക്താവ് തന്നെ ചാനൽ വന്നിരുന്ന് പറയുമ്പോൾ അത് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആരാണ് നിലവിലെ തുറമുഖ സെക്രട്ടറി? അദ്ദേഹം തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ? അപ്പോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന തുറമുഖ സെക്രട്ടറി അറിയാതെ ഒരു ഈച്ച പോലും ആ SEZ നിന്ന് പറക്കുമോ, പോകുമോ? അദ്ദേഹം വിവരം അറിഞ്ഞില്ലെന്നാണോ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്? അല്ല, നിശ്ചയമായും രത്തൻ കേൽക്കർ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഇടപാട് നടന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വിവരങ്ങളിൽ നാളെ അടുത്ത ദിവസമൊക്കെ പുറത്തു വരും.
ഇന്ന് കാര്യം അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ അത് പുറത്തുവിടുമെന്നുള്ളത് കൊണ്ട് ഞാനായിട്ട് ഇന്നത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല, കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ തരത്തിൽ കേരളം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ രോഹിത്തെ പിന്നെ പൂർണ്ണമായിട്ടും അങ്ങനെ പറയാറായിട്ടില്ല എങ്കിലും അതിനുള്ള ശ്രമങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. അതിൽ സംശയം വേണ്ട. ഇപ്പൊ സിജു സൂചിപ്പിച്ചല്ലോ, പിന്നെ ഈ വലിയൊരു പദ്ധതി മറ്റേ മിഷൻ സമുദ്ര അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ പിന്നെ വൻകിട മുതലാളിമാർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപകടം ചെയ്യും. ആ പദ്ധതി ബജറ്റിൽ വന്ന ആ പദ്ധതിയെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. ബജറ്റിൽ എന്താണ് ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചത്, മുഖ്യമന്ത്രി മുമ്പോട്ട് വെച്ചത്, ഞാനത് പഠിച്ചു തന്നെ എഴുതിയതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരെണ്ണം കൂടെ എഴുതുന്നുണ്ട് ലാസ്റ്റായിട്ട്. അപ്പൊ അതിൽ ആ പദ്ധതി ഓക്കെയാണ്. പക്ഷെ ആ പദ്ധതി ആർക്കാണ് കൊടുക്കാൻ നിങ്ങൾ പോകുന്നത്? അത് തർക്ക പ്രശ്നമാണ്. നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് വൻകിട മുതലാളിമാർക്കാണെങ്കിൽ അത് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് രോഹിതെ. കാരണം നമ്മുടെ മുമ്പിൽ മറ്റൊരു ബദലുണ്ട്. പിന്നെ സിയാൽ എന്ന് പറഞ്ഞ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നെടുമ്പാശ്ശേരി, ആ സിയാൽ മാതൃക ഡിറ്റായിട്ട് പകർത്തണമെന്നല്ല, അതിന്റെ ആ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഗവൺമെന്റ് വിശദീകരിക്കേണ്ടി വരും.